പിന്നെ ഇതിനു മുമ്പ് ഞാൻ പലതവണ പ്രണയത്തിനെ സ്പർശിച്ചു പോയിട്ടുണ്ട്. ഇപ്പം ഹരിദ്വാരിൽ മണികൾ മുഴങ്ങും, അതിലൊരു പ്രണയമുണ്ട്. പിന്നെ അയ്യപ്പുഴ തിരഞ്ഞെടുത്തുമ്പോഴേക്ക് അതിലും ഒരു പ്രണയമുണ്ട്. പക്ഷെ അതൊക്കെ ഈ നോവലുകളൊന്നും പ്രണയ നോവലുകളല്ല. പ്രണയം ഇങ്ങനെ വന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം അതിലെത്തുമ്പോൾ ഇതൊരു നീള പ്രണയ കഥയാണ്. എന്റെ ആഗ്രഹം വ്യത്യസ്തമായിട്ട് കഥ പറയാമെന്നല്ല. ഇപ്പം പ്രണയത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ പ്രണയം ഒരു പഴയ വിഷയമാണ്. എല്ലാ കാലത്തും അത് ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, പ്രണയത്തിന് മാറ്റമില്ല, പ്രണയിക്കുന്നവർക്കാണ് മാറ്റം. പ്രണയിക്കുന്നവർ കാലാനുസൃതമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ചെങ്ങമ്പുഴയുടെ രമണനല്ല നമ്മൾ മയ്യഴിപ്പുഴെത്തുമ്പോഴേക്ക് അതിലെ ദാസൻ. അതുകൊണ്ട് പ്രണയത്തിന് മാറ്റമില്ല, പ്രണയിക്കുന്നവർക്ക് മാറ്റം. അതെങ്ങനെ ഇതിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നതായിരുന്നു എന്റെ പ്രധാന പ്രശ്നം.